കൂടെ ഭഗവാൻ ഇല്ലേ, എന്നിട്ട് ഞാൻ എന്തിനാ അങ്ങനെ വിഷമം അനുഭവിക്കുന്നത്, പ്രയാസം അനുഭവിക്കുന്നത്, ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്ക് വല്ല സങ്കടങ്ങളും ഉണ്ടാവുമോ? ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് കാരണം നമ്മുടെ മനസ്സ് അപ്പോഴും ഉറപ്പിച്ചിട്ടില്ല എന്റെ കൂടെ ഭഗവാനുണ്ട്. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ശരി, എല്ലാവരുടെ ഉള്ളിലും നമ്മൾ അങ്ങനെ പറയുകയാണ്. ഇപ്പൊ വാസ്തവത്തിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. എല്ലാവരും ഇരിക്കുന്നത് ഭഗവാനിലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് ബോധ്യം വരണ്ടേ? എന്തുകൊണ്ടാണ് ബോധ്യം വരുന്നില്ല? അപ്പൊ പറയാണ്, ഭഗവാൻ മാത്രമല്ല നമ്മുടെ കൂടെ. അങ്ങനെ നിങ്ങൾ സൂചിക്കണ്ട. ഭഗവാൻ മാത്രമാണ് വിചാരിച്ചിട്ട് പിന്നെ ആരും കൂടെ ഉണ്ട്? വേറൊരു ശക്തി കൂടെ ഉണ്ട്. അതാരാണ്? ഹൃദേർത്തം യത് പ്രദീയേത ന പ്രദീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാഭാസോ യഥാത്തമാം. ഹൃദേ അർത്ഥം യത് പ്രദീയേത. അർത്ഥം പദാർത്ഥങ്ങൾ. ഇത് പ്രദീയേത. ഏതൊക്കെ പദാർത്ഥങ്ങൾ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നുവോ? ഇപ്പൊ ശരീരമുണ്ടല്ലോ, നിങ്ങൾക്ക് ഉണ്ടല്ലോ, ഉണ്ട്. മനസ്സുണ്ട് തോന്നില്ലേ? ഇത് പ്രതീയേത. ആത്മനി ന പ്രതീയേത. പറയണോ? അത് ഉണ്ടെന്ന് തോന്നുമ്പോ ആത്മനി ന. ഏതുണ്ടെന്ന് തോന്നുന്നില്ല? ആത്മാവുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് തോന്നുന്നത് ചൈതന്യമുള്ളൊരു ശരീരവും ചൈതന്യമുള്ളൊരു മനസ്സും അതെനിക്കുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഏതിനെ വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. കൂടെ വന്നില്ലേ നിങ്ങള്? ചൈതന്യമുള്ളൊരു ശരീരം എനിക്കുണ്ട്, ചൈതന്യമുള്ളൊരു മനസ്സെനിക്കുണ്ട്, പക്ഷെ ഇതിൽ നിന്ന് വിട്ടിട്ടൊരു ചൈതന്യമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. അതിനെന്താ കാരണം? അത് വിദ്യാൽ, അതറിഞ്ഞാലും ആത്മനോ മായാം. ഇതിന്റെ പേരാണ് മായ എന്ന് പറയുന്നത്. ഓഹോ, അപ്പൊ ഈ മായയുടെ പ്രക്രിയ എന്താ ചെയ്യുന്നത്? വേർതിരിച്ചറിയാൻ നമ്മളെ അനുവദിക്കാത്ത ശക്തിയുടെ പേരാണ് മായ. അതുകൊണ്ട് മായയെ ഇവിടെ വിളിക്കുന്നത് അവിവേകം എന്നാണ്. അവിവേകം എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ജീവിതത്തിന്റെ പേരാണ് അവിവേകം. അപ്പൊ വിവേകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വിവേകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ വേർതിരിച്ച് മനസ്സിലാക്കുക. എന്താ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത്? വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ശരീരം ഉണർത്തുന്നത് മനസ്സാണ്, ശരീരത്തിന്റെ ആശ്രയം മനസ്സാണ്. മനസ്സ് ഉണരുന്നത് ഭഗവാനുള്ളത് കൊണ്ടാണെങ്കിൽ മനസ്സിന്റെ ആശ്രയം ഭഗവാനാണ്. ഇങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇതിന് വിവേകം എന്ന് പറയും. ആരാണോ വേർതിരിച്ച് മനസ്സിലാക്കാത്തത് അവരൊക്കെ ജീവിക്കുന്നത് അവിവേകത്തിലാണ്. അവിവേകത്തിൽ ജീവിക്കുമ്പോൾ അവർക്ക് തോന്നുന്നു എത് ആഭാസോ എത് തമഹ യഥാ തമഹ. ഏതുപോലെ? നല്ലൊരു ഉദാഹരണം പറയാണ്. നാം വെളിച്ചത്തിലേക്ക് നോക്കാതെ ഇരിക്കുമ്പോൾ നാം ഇരുട്ട് കാണും. വെളിച്ചത്തിൽ നിന്ന് മാറിയാൽ ഇരുട്ട് കാണും. അതുപോലെ തന്നെ നമ്മൾ ആഭാസം, ഒരു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം നമ്മളെ കാണില്ല. ആരെ കാണും? കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം കാണും, നമ്മളെ കാണില്ല. നമ്മൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ കാണുന്നു. അതുപോലെ നമ്മൾ വെളിച്ചമില്ലാത്തടത്ത് ഇരിക്കുമ്പോൾ ഇരുട്ട് കാണുന്നു. എന്നാൽ എപ്പോ നമ്മൾ വെളിച്ചത്തിലേക്ക് വന്നോ ആരില്ല, ഇരുട്ടില്ല. എപ്പോ നമ്മൾ കണ്ണാടി മാറ്റുന്നോ പിന്നെ പ്രതിബിംബമില്ല, നാം നമ്മളിലേക്ക് വന്നു. ഇതുപോലെ നമ്മൾ വിവേകത്തോടു കൂടിയിട്ട് നമ്മളിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചുകൊണ്ട് അല്പനേരം നമ്മൾ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എന്റെ ശരീരത്തെയും മനസ്സിനെയും നിലനിർത്തുന്നത് ആരാണ് എന്നെല്ലാം നമ്മൾ ഭാവന ചെയ്തുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്. ഇനി വാസ്തവത്തിൽ നമുക്ക് ആശ്രയം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ മായ എന്ന് പറഞ്ഞാൽ അർത്ഥം, മായ എന്ന് പറഞ്ഞാൽ അർത്ഥം അവിവേകമാണ്. എന്താ അവിവേകം ചെയ്യുന്നത്? വേർതിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴൊക്കെ നിങ്ങൾ മാനസികമായി ദുർബലരാണോ അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിന് ശക്തി കിട്ടാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മളിൽ തന്നെയുള്ള ഭഗവാനെ ആശ്രയിക്കാതെ പുറമേയുള്ള വസ്തുക്കളെയും വ്യക്തികളെയും ആശ്രയിക്കാൻ തുടങ്ങണം. നമ്മൾ അറിയുന്നില്ല. ഒരാളെ ആശ്രയിക്കുമ്പോഴും, ഉദാഹരണത്തിന് ഒരു ഭാര്യ ഭർത്താവിനെ ആശ്രയിക്കുമ്പോഴും ആ ഭാര്യ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്നത് എന്നെ സംരക്ഷിക്കാനുള്ള കഴിവ് ഭർത്താവിനുണ്ട് എന്നാണ്. അതുപോലെ ഭർത്താവ് ചിന്തിക്കുന്നത് എന്റെ കാര്യം നോക്കാനുള്ള കഴിവ് ഭാര്യയ്ക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ രണ്ടുപേരും അവിവേകം കൊണ്ട് ചിന്തിക്കുന്നില്ല. ഭർത്താവിനെ ഭർത്താവാക്കി നിലനിർത്തുന്നതും ഭാര്യയെ ഭാര്യയാക്കി നിലനിർത്തുന്നതും രണ്ടും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. എപ്പോ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്നും ആ ചൈതന്യം പോകുന്നുവോ പിന്നെ നമ്മൾ ഭർത്താവിനെ ഒരു ശക്തി തരുന്ന, ഒരു ധൈര്യം തരുന്ന ഒരാളായിട്ടല്ല കാണുന്നത്, നേരെ വിപരീതമായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് ആ വ്യക്തി ഭയം തരുന്ന വ്യക്തിയാണ്. ശങ്കരാചാര്യസ്വാമികൾ പറയും വളരെ മനോഹരമായിട്ട്, യാവൽ പവനോ നിവസതി ദേഹേ
താവൽ പൃച്ഛതി കുശലം ഗേ ഗതവതി വായോ ദേഹാപായേ ഭാര്യാ ബിഭ്യതി തസ്മിൻ കായേ ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഒരിക്കൽ ഒരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയുന്നു. കല്യാണം കഴിച്ചിട്ട് അധിക ദിവസമായില്ല. അങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് പെട്ടെന്ന് ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക്. കഴിഞ്ഞുപോയി. അതുവരെ ഭർത്താവിന്റെ അടുത്ത് സുഖവും സന്തോഷവും ധൈര്യവും കണ്ടെത്തിയ ഭാര്യ അതേ ഭർത്താവിന്റെ ശരീരത്തിലിരുന്ന് ബിഭ്യതി, ഭയക്കാൻ തുടങ്ങി. പിന്നെ ആ ഭാര്യ കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിളിക്കുകയാണ്, വരൂ വരൂ എന്ന്. ആ ഭർത്താവിന്റെ കൂടെ ഒറ്റയ്ക്ക് അവർക്ക് ഇരിക്കാൻ പറ്റുമോ? ഇരിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? ശരീരമായിരുന്നു ഭർത്താവെങ്കിൽ അപ്പോഴും ശരീരമില്ലേ? എന്തുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല? നേരത്തെ ചൈതന്യമുള്ളൊരു ശരീരമായിരുന്നു, ഇപ്പോ ആ ശരീരത്തിൽ ചൈതന്യമില്ല. അപ്പൊ ശരിക്കും നമ്മൾ ഭർത്താവായിട്ട് ആരെയായിരുന്നു കാണേണ്ടത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തെയായിരുന്നു കാണേണ്ടതെങ്കിൽ, അതിനെ ആശ്രയിക്കാനാണ് നമ്മൾ പരിശീലിച്ചതെങ്കിൽ, നമ്മൾ മറ്റൊരാളിൽ നമ്മുടെ മനസ്സിനെ കുരുക്കിയിടുവോ? നമ്മുടെ മനസ്സിനെ നമ്മൾ തളരാൻ അനുവദിക്കുവോ? ഇതൊക്കെ നമ്മൾ വിവേകത്തോടുകൂടി അറിയണമെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോ എന്റെ മനസ്സ് ദുർബലമായിട്ടിരിക്കാൻ കാരണം എന്റെ മനസ്സ് ആരെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല? ആരെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ടില്ല? ഞാൻ എവിടെ നിന്നാണ് വന്നത്, എന്നെ ആരാണ് നിലനിർത്തുന്നത്, എനിക്ക് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയുള്ള മനസ്സിനെയാണ്, അത് മനസ്സിലാക്കാത്ത മനസ്സിനെയാണ് അവിവേകമുള്ള മനസ്സ്. അതുകൊണ്ട് മായയ്ക്ക് രണ്ടു തരം അർത്ഥങ്ങളുണ്ട്. ഒന്ന് പറയും അവിവേകമുള്ള മായ എന്ന് പറയും, രണ്ടാമത്തത് പറയും വിവേകമുള്ള മായ. ഒന്ന് ജീവാത്മാവാണ്, രണ്ടാമത്തത് പരമാത്മാവാണ്. ഇത് രണ്ടും മനസ്സിലാക്കി വെക്കാം നമുക്ക്. ആരാണ് ജീവാത്മാവ്, ആരാണ് പരമാത്മാവ്? നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നത്, ഏതൊരു വ്യക്തിയാണോ മനസ്സിന്റെ തലത്തിൽ ജീവിക്കുന്നത് അവരാണ് ജീവാത്മാക്കൾ. ഏതൊരു വ്യക്തിയാണോ വിവേകത്തിന്റെ തലത്തിൽ ജീവിക്കുന്നത് അവരാണ് പരമാത്മാക്കൾ. എന്ന് വെച്ചാൽ എന്താർത്ഥം? മനസ്സിന്റെ തലത്തിൽ ജീവിക്കുക, അതുപോലെ തന്നെ വിവേകത്തിന്റെ തലത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, എപ്പോഴൊക്കെ നമ്മൾ ഇമോഷണലി നമ്മൾ വീക്കാണോ അപ്പോഴൊക്കെ നമ്മൾ ജീവാത്മാക്കളാണ്. എപ്പോഴൊക്കെ നമ്മൾ വിവേകം കൊണ്ട് ബാലൻസ്ഡ് ആണോ അപ്പോഴൊക്കെ നമ്മൾ പരമാത്മാക്കളാണ്. ഒരേ ശരീരത്തിൽ തന്നെയാണ് ആരിയിരിക്കുന്നത്? ജീവാത്മാവും ഇരിക്കുന്നത്, പരമാത്മാവും. ദ്വാസുപർണ സയുജാ സഗായ സമാനം വൃക്ഷേ പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദുവത്തി അനശ്ചൻ അന്യ അഭിശാകശീതി. ഈ കഥ വളരെ മനോഹരമായി ഉപനിഷത്തിൽ നമ്മളിരിക്കുന്നത്. അത് ലേശം ഒന്ന് ബുദ്ധിയോടുകൂടി തന്നെ ചിന്തിച്ചുറപ്പിക്കണം. നമുക്ക് തോന്നും ഒരു ആഭരണം കാണുമ്പോൾ ആഭരണത്തിലാണ് സ്വർണമിരിക്കുന്നത് എന്ന്. പക്ഷേ അതിനുള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആഭരണത്തിലല്ല സ്വർണമിരിക്കുന്നത്, സ്വർണത്തിലാണ് ആഭരണം ഇരിക്കുന്നത്. അതാണ് പ്രകൃതിയുടെ നിയമം. കാരണത്തിൽ കാര്യമിരിക്കില്ല, കാര്യത്തിലെ കാരണമിരിക്കുന്നു. നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കുമുണ്ടല്ലോ, സ്പേസ്, അന്തരീക്ഷം കാണുന്നു. അന്തരീക്ഷത്തിലാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഭൂമിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്, സ്പേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് സ്പേസിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പൊ സ്പേസിനെ സംബന്ധിച്ച് ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സ്പേസിന് ഒരുപോലെയാണ്. ഇതുപോലെ നമ്മൾ സൂക്ഷ്മതയിലൂടെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ശരീരവും മനസ്സും എല്ലാം എവിടെ ഇരിക്കുന്നു? ഭഗവാനാകുന്ന ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരിക്കുന്നു. ഈ ശരീരം നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് മനസ്സിൽ ചിന്തിക്കണേ. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഓരോ നക്ഷത്രങ്ങളാണെന്ന് വിചാരിക്കുക. ഓരോ നക്ഷത്രങ്ങൾ, അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ. ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് വിചാരിക്കുക. ഭഗവാന് രൂപമുണ്ടോ? ഉണ്ടോ? ആകൃതിയുണ്ടോ? ഇല്ല. സർവത്ര നിറഞ്ഞിരിക്കുന്ന സ്പേസിനെ പോലെ, അന്തരീക്ഷം പോലെ ആരും ഭഗവാൻ. അതിലിരിക്കുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ ഇനി നിങ്ങൾ പറയൂ, ഭഗവാൻ എവിടെ ഇരിക്കുന്നു? നിങ്ങൾ നക്ഷത്രങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്ന സ്പേസ് ആണെന്ന് ഭാവിച്ചുകൊണ്ട്, ആദിയും അന്തവുമില്ലാത്ത ഭഗവാൻ, ആദിയില്ലല്ലോ, ഭഗവാൻ അന്തമില്ലല്ലോ, പൂർണ്ണനാണോ? അപ്പം ഭഗവാനെ നമുക്ക് ഏറെക്കുറെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ത് മാത്രമാണ്? സ്പേസ് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ചിദാകാശൻ. ചിത് ആകാശമായിരിക്കുന്നവൻ, ചൈതന്യമായിരിക്കുന്ന ആകാശത്തോടു കൂടിയിരിക്കുന്നവൻ.
അങ്ങനെയുള്ള ഭഗവാനാണ് സ്പേസ് എന്നുള്ളത് നമ്മൾ ധരിക്കുക. അതിലൊരു നക്ഷത്രമാണെങ്കിൽ ഇനി നിങ്ങൾ ഉത്തരം പറയൂ, ഭഗവാൻ എവിടെ ഇരിക്കണോ? എന്താ അതിന് ഉത്തരം പറയാ? നിങ്ങൾ പറയോ എന്റെ മനസ്സിൽ ഭഗവാൻ ഇരിക്കണമെന്ന് പറയോ? കാരണം നമുക്ക് മനസ്സിലാവും നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം ഭഗവാന്റെ മുന്നിൽ വെറും ഒരു പൊട്ടു മാത്രമാണ്. എന്നാൽ ഭഗവാനോ അതിന്റെ ഗാംഭീര്യത്തിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു തുള്ളി, ഒരു വെള്ളത്തിന്റെ തുള്ളി മാത്രമാണ് നമ്മൾ, അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? എന്നിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഭഗവാനിൽ ഞാനിരിക്കുന്നു. ഇവിടെ ഏത് വസ്തുവിനും വ്യക്തിക്കും ഇരിക്കണമെങ്കിൽ ആര് വേണം? ഇനി പറയൂ, നിങ്ങളുടെ കൂടെ എപ്പോഴാ ഭഗവാൻ ഇല്ലാത്തത് എന്നുള്ളത്? എപ്പോഴെങ്കിലും ഇല്ലാത്തതുണ്ടോ? എപ്പോഴും ഇല്ലേ ഭഗവാൻ? പക്ഷെ നമ്മളത് വിവേകത്തോടുകൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നമ്മൾ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്. ഇനി നമുക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്ക് തന്നെയാണ്. ഈ ബോധം നമ്മൾ നല്ലവണ്ണം ഉറപ്പിക്കണം. ഇതിനെയാണ് ഭാഗവതം ദർശനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഇത് പറയാനാണ് നാരായണീയം പറഞ്ഞിരിക്കുന്നത്, ഇത് പറയാനാണ് രാമായണം പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞുറപ്പിക്കാനാണ് ഗീത പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞുറപ്പിക്കാനാണ് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞുറപ്പിക്കാനാണ് ഭാഗവതവും പറഞ്ഞിരിക്കുന്നത്. അവസാനം പരീക്ഷിത് മഹാരാജാവിനോട് പറയുന്നത് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാഥായ നിഷ്കളേ. പരീക്ഷിത് മഹാരാജാവേ, അങ്ങ് നല്ലവണ്ണം ഉറപ്പിക്കണം. അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ നിന്നും വന്നു. അഹം ബ്രഹ്മ പരം ധാമ, എന്നെ നിലനിർത്തുന്നത് മുഴുവൻ, എന്റെ ധാമം, എന്റെ ആശ്രയം മുഴുവൻ ഭഗവാനാണ്. ആത്മനി ആത്മന, നല്ലവണ്ണം മനസ്സിനെ അതിലുറപ്പിച്ചുകൊണ്ട് അങ്ങ് ആ ഭഗവാനിലേക്ക് തന്നെ പരിപൂർണമായി സമർപ്പിച്ചാലും. ഇതാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. അല്ലാതെ ഒരു ഗുരുവായൂരപ്പൻ വന്ന് രക്ഷിക്കുമെന്നോ ഒരു എറണാകുളത്തപ്പൻ വന്ന് ആനയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നോ ഇതൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾ വെച്ച് പുലർത്തരുത്. ഇനി ഉപനിഷത്തിൽ ഗംഭീരമായൊരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. ആ ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത് ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. അതൊക്കെ പറയുമ്പോഴല്ലോ അപ്പോഴും പരിമിതിയിൽ വെച്ചിട്ടാ പറയുന്നത്. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ ഭഗവാൻ എന്ന് പറയുന്നതിന് പകരം എല്ലാം ഇരിക്കുന്നത് ഭഗവാനിലാണ്. ഇനി ആരെങ്കിലും ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ആ ചോദ്യം തന്നെ തെറ്റാണ്. മനസ്സിലായില്ലേ? ആ ചോദ്യം തന്നെ തെറ്റാണ്. എവിടെ ഇരിക്കണോ ഭഗവാൻ നല്ല ചോദിക്കേണ്ടത്. ഞാൻ എവിടെ ഇരിക്കണോ? ഞാൻ ഇരിക്കുന്നത് ഭഗവാനിലാണ്. എന്നെ നിലനിർത്തുന്നതും ഭഗവാനാണ്. അതുകൊണ്ട് എന്റെ ആശ്രയം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. നാരായണീയത്തിൽ വളരെ മനോഹരമായിക്കൊണ്ട് അവിടെ പറയും. ഇതെല്ലാം നാരായണീയത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. പൂഷാസു സ്വർണദ്വദ ജഗതീകടശരാവാദികേ മൃത്തികാവൽ തത്വേ സഞ്ചിന്യമാനേശ്വരതി തതുനാദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേതിമിരയവിധോ ജീർണരജ്ജോശ്ച യദ്വൽ വിദ്യാലാഭേ തദൈവ സുഡമഭി വികസേൽ കൃഷ്ണ തസ്മൈ നമസ്തേ. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപു നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തം നിരവധി മഹിമോല്ലാസ നിർലീനമന്ദ നിസ്സംഗാനം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നിത്യം ശുദ്ധം വിശുദ്ധം ഇങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇതിലൊക്കെ അപ്പുറം ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാം നമ്മളെ. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്ന പരമസത്യം അഹമേവാസമേവാഗ്രേ നാന്യത്യസതസത്പരം പശ്ചാദഹം യഥേതശ്ച യോവശിഷ്യേതസോസ്മ്യഹം. ഇത് രാവിലെ തന്നെ ധ്യാനിക്കുക. അഹമേവാസമേവാഗ്രേ, എന്റെ ശരീരമാകുന്ന അസത്തും എന്റെ മനസ്സാകുന്ന സത്തും, ഇത് രണ്ടും വന്നിരിക്കുന്നത് നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ്. ഈ നിമിഷം എന്നെ നിലനിർത്തുന്നതും പശ്ചാദഹം ആരാണ്? ഭഗവാനാണ്. ഇനി ഈ മനസ്സ് തിരിച്ചെത്തേണ്ടതും ആരിലേക്കാണ്? ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് എന്റെ ആശ്രയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? നമ്മുടെ ആശ്രയം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. വല്ല കാരണത്താലും ദുഃഖിക്കേണ്ടതുണ്ടോ? ഭഗവാൻ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? അല്ല സ്വാമി, ഇപ്പൊ ഒരു സംശയം. ഇപ്പൊ ഇത് ഗുരുവായൂരപ്പനാണോ അയ്യപ്പനാണോ? ഇത് ശിവനാണോ? ഏത് രൂപത്തിലപ്പം നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയുള്ള വിഡിത്തങ്ങളൊന്നും ഇനി ചോദിക്കരുത് നിങ്ങൾ. ഭഗവാന് ശിവനെന്നോ അയ്യപ്പനെന്നോ ഗുരുവായൂരപ്പനെന്നോ ഈ പേരുകളൊക്കെ നമ്മുടെ പൂർവികന്മാര്
കൽപ്പിച്ചിരിക്കുകയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ പറയും ശബ്ദാധിക, ശബ്ദസഹ, ശബ്ദാധിക, എല്ലാ ശബ്ദത്തിനും അതീതനാണ്. കാരണം ശബ്ദങ്ങളൊന്നും യഥോ വാചോ നിവർത്തന്തേ. നോക്കൂ, ശബ്ദങ്ങളൊക്കെ വന്നിരിക്കുന്നത്, നമ്മുടെ ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾ പേര് വിളിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഫംഗ്ഷൻ ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ മനസ്സുകൊണ്ടാണ് നമ്മളൊരു ശബ്ദം ഉപയോഗിക്കുന്നെങ്കിൽ ആ മനസ്സ് പോലും ഉണരണമെന്ന് നിശ്ചയിക്കുന്ന ഭഗവാൻ എന്ത് പേരെ വിളിക്കും നിങ്ങള്? നിങ്ങളുടെ ചെറിയ മനസ്സിനെ ഉണർത്താൻ പോലും ഭഗവാന് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഉണരുന്നെങ്കിൽ ആ ഭഗവാനെ നിങ്ങൾ എന്ത് പേര് വിളിക്കും? വാസ്തവത്തിൽ ഭഗവാന് പേരുകളൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും ഓരോ പേരുകൾ ആരോപിച്ചിരിക്കുകയാണ്. എന്ത് പേരായാലും കുഴപ്പമില്ല. നീ നല്ല പേരായാലും കുഴപ്പമില്ല, ചീത്ത പേരായാലും കുഴപ്പമില്ല. നീ വളരെ ഇഷ്ടപ്പെട്ടതൊന്ന് ശ്രീരുദ്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശിവക്ഷേത്രത്തിലൊക്കെ അഭിഷേകത്തിന് ചൊല്ലുന്നൊരു മന്ത്രമുണ്ട്. യജുർവേദത്തിൽ വരുന്നൊരു മന്ത്രമാണ് ശ്രീരുദ്രം. അതില് ഭഗവാനെ പേര് വിളിക്കുന്നതാണ്. ശുനകെന്ന് വിളിക്കും, തസ്കരെന്ന് വിളിക്കും എന്നുള്ള പേരുകളൊക്കെ കാണാം നിങ്ങൾക്ക്. ശുനകെന്ന് പറഞ്ഞാൽ ആർക്കാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് നല്ല പരിചയമുണ്ട്. അതുപോലെ തസ്കരെന്ന് പറഞ്ഞാൽ കള്ളൻ. ഇതൊക്കെ ഭഗവാന്റെ പേരാണ്. അതുപോലെ ഗണപതിക്ക് വിളിക്കുന്ന പേരാണ്. ഗണപതി അഥർവശീർഷത്തിൽ വരുന്ന ഒരു ഇതാണ് ഓം വ്രാതപതയെ. വ്രാതപതയെ എന്ന് പറഞ്ഞാൽ സംസ്കാരമില്ലാത്തവനെ എന്ന്. നമ്മുടെ ദൈവങ്ങളുടെ ഓരോ പേരുകൾ നോക്കുമ്പോണ്ടല്ലോ വേദത്തിൽ എങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന അത്ഭുതം വരും. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നല്ലതും ചീത്തതുമായിട്ടുള്ള എല്ലാ ചിന്തകളും ഇവിടെ വരുന്നത് മനസ്സിലൂടെയാണെങ്കിൽ ആ മനസ്സിന് മുമ്പിൽ ആരുണ്ട്? ഭഗവാന് ചീത്തയുമില്ല, ഭഗവാന് നല്ലതുമില്ല. ഉണ്ടോ? ഉണ്ടോ? ഇവിടുത്തെ നമ്മുടെ ഇന്ത്യയിലെ ആകാശം നല്ലതും പാകിസ്ഥാനിലെ ആകാശം മോശമെന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഇല്ല. എവിടെ നോക്കിയാലും എല്ലാ ആകാശവും ഒരുപോലെയാണ്. അതുപോലെ ഭഗവാൻ എല്ലായിടത്തും ഒരുപോലെയാണ്, എല്ലാവർക്കും. ഇനി ഭഗവാൻ ചിലർക്ക് തടി കൂടിയവർക്ക് കൂടുതലും കുറഞ്ഞവർക്ക് കുറവുന്നുണ്ടോ? സ്വാമി ആനയ്ക്കായിരിക്കല്ലോ കൂടുതൽ ഭഗവാൻ, അങ്ങനെയുണ്ടോ? ഇല്ല. ഭഗവാൻ തടിച്ചവർക്കും മെലിഞ്ഞവർക്കൊക്കെ. നോക്കൂ, നമ്മുടെ ആ മരണം എന്നൊക്കെയുള്ള കോൺസെപ്റ്റ്, നമ്മളൊരു മനുഷ്യൻ മരിച്ചാൽ നമുക്ക് വളരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കൊതുക് മരിച്ചാലും അതിനും ഒരു ജീവന്റെ വേദന ഇല്ലേ? ഒരു ആനയ്ക്കും അതിന്റെ വേദന ഇല്ലേ? നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, നമ്മൾ പ്രകൃതിയിലേക്ക് മൊത്തം നോക്കും. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ. ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ തന്നെയാണ് ഒരു ജീവിയും മരിക്കുന്നത്. എല്ലാവരിലും ആ ജീവന്റെ വേദന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉറപ്പിക്കണം, ഞാൻ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നിലനിൽക്ക് നിർത്തുന്നത് ഭഗവാനാണ്, എനിക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലാണ്. ഇനി ഇവിടുന്നൊക്കെ ഇറങ്ങിപ്പോകുമ്പോണ്ടല്ലോ ഈ ധാരണ ഉറപ്പിക്കണം, എന്റെ കൂടെ ആരുണ്ട്? ഭഗവാൻ ഉണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല പറയേണ്ടത്, ഭഗവാനേ ഉള്ളൂ. ഇനി അതിന്റെ ഇടയ്ക്ക് ഒരാളെ കയറ്റി വയ്ക്കുന്നതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ ഇടയ്ക്ക് മരുമകളും അമ്മായിയമ്മയും അതുപോലെ ഭാര്യയും ഭർത്താവും ഒക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാൻ, അത് ഉണ്ടാക്കി വെക്കാൻ നമ്മളെ സമ്മതിക്കരുത്. വളരെ ക്ലിയർ ആയിരിക്കണം. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ്